എൻ്റെ പേര് അനീഷ്. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. ഇപ്പോൾ എനിക്ക് 34 വയസ്സ് പ്രായമുണ്ട്. എന്നാൽ ഈ പ്രായത്തിലും ഞാൻ ഭയക്കുന്ന ഒരു സംഭവം ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടും. ശരീരം വിറയ്ക്കാൻ തുടങ്ങും. എന്താണ് ആ സംഭവമെന്നല്ലേ ഞാൻ പറയാം. 5 വർഷം മുൻപുള്ള ഒരു രാത്രിയിലാണ് ആ സംഭവം നടന്നത്. അതൊരു ജൂലൈ മാസമായിരുന്നു. അതിഭയങ്കരമായ ഇടിയും മഴയും ഉണ്ടായിരുന്ന ഒരു രാത്രി. ഞാൻ അന്ന് ടാക്സി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 വർഷമായിട്ടുണ്ടാവും. അതിനു മുൻപ് ഞാൻ കുറേ കാലം ഒരു കമ്പനിയുടെ ലോറിയിൽ സഹായിയായി ജോലി ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ ലോറിയിൽ പോകാത്ത നാടുകൾ ഉണ്ടായിരുന്നില്ല. അന്ന് ലോറിയിൽ ജോലി ചെയ്തതുകൊണ്ട് ഒരുപാട് വഴികളും സ്ഥലങ്ങളും എനിക്ക് മനഃപ്പാഠമായിരുന്നു. അത് ടാക്സി ഫീൽഡിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഞാൻ ഓട്ടമൊന്നുമില്ലാതെ ടാക്സി സ്റ്റാൻഡിൽ ഇരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്നു. അത് എൻ്റെ അയൽവാസിയായ രാമചന്ദ്രൻ സാറിൻ്റേതായിരുന്നു. അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്. നാട്ടിലെ എണ്ണപ്പെട്ട പണക്കാരിൽ പ്രധാനി. നാട്ടുകാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തെ എല്ലാവർക്കും വലിയ കാര്യമാണ്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ രാമചന്ദ്രൻ സാർ, പറയൂ. അനീഷേ, നീ ഇപ്പോൾ എവിടെയുണ്ട്? അദ്ദേഹം ചോദിച്ചു. ഞാനിവിടെ സ്റ്റാൻഡിലുണ്ട് സാർ, ഞാൻ മറുപടി പറഞ്ഞു. നിനക്ക് ഉച്ചയ്ക്ക് ശേഷം ബാംഗ്ലൂർ വരെ പോകാൻ പറ്റുമോ? എൻ്റെ ഡ്രൈവർ ഇന്ന് ലീവാണ്. കാർ എടുക്കാൻ ആരുമില്ല. നാളെ എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ കോളേജ് തുറക്കുകയാണ്. അവനെ ഹോസ്റ്റലിൽ എത്തിക്കണം. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ആരെയെങ്കിലും ഏർപ്പാടാക്കി തന്നാലും മതി, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇളയ മകനാണ് വിഷ്ണു. ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അവനൊരു 18-19 വയസ്സ് പ്രായം കാണും. എന്നോട് കാണുമ്പോഴൊക്കെ നല്ല കമ്പനിയാണ്. പക്ഷേ ആളിത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. എന്തിനും ഏതിനും കൂടെ ഒരാൾ വേണം. ഞാൻ അദ്ദേഹത്തോട് പോകാമെന്നേറ്റു. ഞാൻ വരാം സാർ. എത്ര മണിക്കാ പുറപ്പെടേണ്ടത്? ഞാൻ ചോദിച്ചു. ഒരു 6 മണിയാവുമ്പോൾ ഇറങ്ങാം. അതുവരെ നീ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തോ. രാത്രി മുഴുവൻ ഓടാനുള്ളതല്ലേ, അദ്ദേഹം പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയിരുന്നു. രാമചന്ദ്രൻ സാറിൻ്റെ ഓട്ടം പോയാൽ ഡബിൾ പേയ്മെൻ്റാണ് കിട്ടുക. പിന്നെ അടിപൊളി ഫുഡും താമസവും. എല്ലാറ്റിനും പുറമെ അദ്ദേഹത്തിൻ്റെ കിടിലൻ പജേറോ കാറിലുള്ള ഡ്രൈവിങ്ങും. അതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്നത്. ആ വണ്ടി ഒരു ഒന്നൊന്നര മുതലാണ്. ഞാൻ എൻ്റെ വണ്ടിയും എടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. രാത്രി മുഴുവൻ വണ്ടി ഓടിക്കാനുള്ളതല്ലേ. ഭക്ഷണം കഴിച്ച ഹാങ് ഓവറിൽ കിടന്ന ഉടനെ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. 6 മണിക്ക് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ എണീറ്റത്. രാമചന്ദ്രൻ സാറായിരുന്നു വിളിച്ചത്. അനീഷേ, നീ എവിടെ? മോനിവിടെ റെഡിയായി നിൽക്കുവാണ്, അദ്ദേഹം പറഞ്ഞു. ക്ഷമിക്കണം സാർ, ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയി. ഞാനിപ്പോൾ എത്താം. ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്ത് കുളിച്ച് റെഡിയായി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ സമയം 7 മണിയായിരുന്നു. ഒരു മണിക്കൂർ ഞാൻ കാരണം വൈകി. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. നീ നിന്റെ ഉറക്കം മുഴുവൻ തീർത്തിട്ട് ഇറങ്ങിയാൽ മതി. ശരിക്കും ഉറങ്ങാതെ രാത്രി വണ്ടി ഓടിച്ചാൽ എത്തേണ്ടിടത്ത് എത്തില്ല. നീ ചെന്ന് വണ്ടിയെടുക്ക്. അദ്ദേഹം താക്കോൽ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ പോർച്ചിലേക്ക് നടന്നു. ഡ്രൈവിംഗ് സീറ്റിൽ കയറി. വണ്ടി ഞാൻ പോർച്ചിൽ നിന്നും പുറത്തിറക്കി. വിഷ്ണുവിൻ്റെ സാധനങ്ങളും ബാഗുമെല്ലാം പിന്നിലെ സീറ്റിൽ വെച്ചു. വിഷ്ണു മുന്നിലെ സീറ്റിൽ കയറി. വീടിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് വണ്ടി റോഡിലേക്ക് കയറി. ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ വണ്ടി പെട്രോൾ പമ്പിന് മുന്നിലെത്തി. അനീഷേട്ടാ, ഫുൾ ടാങ്ക് അടിച്ചേക്ക്, വിഷ്ണു പറഞ്ഞു. ഞാൻ വണ്ടി നേരെ പമ്പിൽ കയറ്റി. ഇന്ധനം നിറച്ചു. വിഷ്ണു പമ്പിൽ പണം നൽകി. ഞങ്ങൾ യാത്ര തുടർന്നു. ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ ഹൈവേയിൽ കയറി. സമയം അപ്പോൾ ഏതാണ്ട് ഒരു 8 മണിയായി കാണും. ഞങ്ങൾ ഓരോ കഥകളും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വിഷ്ണു നല്ല സംസാരപ്രിയനാണ്. നാട്ടിലെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും കോളേജിലെ ഓരോ സംഭവങ്ങളെപ്പറ്റിയും അവൻ ഒരുപാട് സംസാരിക്കും. എനിക്ക് അവൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:30 മണിയായി. ഞങ്ങൾ രണ്ടു പേർക്കും വിശക്കാൻ തുടങ്ങിയിരുന്നു. വിഷ്ണു പറഞ്ഞു, അനീഷേട്ടാ, കൊള്ളാവുന്ന ഏതെങ്കിലും ഹോട്ടൽ കണ്ടാൽ വണ്ടി കയറ്റിക്കോ. നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് പോവാം. ഞാൻ വണ്ടി ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ കയറ്റി.
വണ്ടി പാർക്ക് ചെയ്തു. പതിവ് പോലെ എ.സി റൂമിൽ തന്നെയായിരുന്നു അന്നും ഇരുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, രാമചന്ദ്രൻ സാറിന്റെ കാറിൽ ഡ്രൈവറായി പോകുന്നത് രാജയോഗമാണെന്ന്. അനീഷേട്ടന് വേണ്ടത് ഓർഡർ ചെയ്തോളൂ. എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി, വിഷ്ണു പറഞ്ഞു. അങ്ങനെ വിഷ്ണു എനിക്ക് കാര്യമായി തന്നെ ഫുഡ് വാങ്ങിത്തന്നു. ഞങ്ങൾ ഹോട്ടലിൽ നിന്നിറങ്ങി. ഞാൻ പാർക്കിങ്ങിൽ നിന്ന് കാർ എടുത്ത് ഹോട്ടലിന്റെ മുന്നിലെത്തി. വിഷ്ണു വണ്ടിയിൽ കയറി. ഞാൻ കാർ ഹൈവേയിലേക്ക് ഇറക്കി. ഞങ്ങൾ ഓരോ വിശേഷങ്ങളും തമാശകളും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ആ സന്തോഷം അധികനേരം ഉണ്ടായില്ല. കേട്ടിട്ടില്ലേ, മനുഷ്യൻ എത്രത്തോളം സന്തോഷിക്കുന്നുവോ അത്രത്തോളം അവൻ കരയേണ്ടി വരുമെന്ന്. ഒരു 8-10 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷമാണ് കാണുന്നത് ഹൈവേയിൽ ഒരു വലിയ ബ്ലോക്ക്. അനീഷേട്ടാ, നമ്മൾ പെട്ടല്ലോ. നാളെ രാവിലെ കോളേജിൽ എത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്, വിഷ്ണു പറഞ്ഞു. നീ പേടിക്കാതിരിക്കെ. ബ്ലോക്ക് മാറിയില്ലെങ്കിൽ നമുക്ക് വേറെ വഴിക്ക് പോകാം. നീ വണ്ടിയിൽ തന്നെ ഇരിക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി ബ്ലോക്കുണ്ടായ ഭാഗത്തേക്ക് നടന്നു. കുറച്ച് മുന്നോട്ട് പോയി നോക്കിയപ്പോഴാണ് കാണുന്നത് മലയിടിഞ്ഞ് റോഡിലേക്ക് വീണിരിക്കുന്നു. വലിയ കല്ലുകളും മണ്ണും ചെളിയും വന്ന് റോഡ് മൂടിയിരിക്കുന്നു. ഇതുവരെ അത് മാറ്റിയിട്ട് പോലുമില്ല. അത് കണ്ട് ഞാൻ ആകെ ടെൻഷനായി. എന്തായാലും ഈ ബ്ലോക്ക് ഇനി പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. ഇനി വണ്ടി വന്ന് ഇതെല്ലാം മാറ്റാനാകുമ്പോഴേക്കും ഒരുപാട് സമയമാകും. അങ്ങനെയാണെങ്കിൽ വിഷ്ണുവിനെ ബാംഗ്ലൂരിൽ എത്തിക്കാനും സമയം വൈകും. ഇത് ആലോചിച്ച് ഞാൻ കാറിനടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. കാറിൽ കയറിയ ഉടനെ വിഷ്ണു എന്നോട് ചോദിച്ചു, അനീഷേട്ടാ, എന്താ അവിടെ പ്രശ്നം? എന്താ ചേട്ടന്റെ മുഖത്തൊരു വല്ലാത്ത വിഷമം? ബ്ലോക്ക് മാറാൻ എത്ര സമയമെടുക്കും? അത് കേട്ട് ഞാൻ പറഞ്ഞു, ഈ ബ്ലോക്ക് ഇപ്പോഴൊന്നും മാറുന്ന ലക്ഷണമില്ല. റോഡിലേക്ക് മല ഇടിഞ്ഞു വന്നിരിക്കുകയാണ്. റോഡ് തന്നെ കാണാനില്ല. അത് കേട്ട് വിഷ്ണു ചോദിച്ചു, ഇനി എന്താ നമ്മൾ ചെയ്യുക? ഞാൻ കുറച്ച് സമയം ആലോചിച്ചു. അതിനുശേഷം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, ഇവിടുന്ന് 5 കിലോമീറ്റർ പിറകിൽ വേറൊരു വഴിയുണ്ട്. ഒരു ഷോർട്ട് കട്ട് വഴിയാണ്. അതുവഴി പോയാൽ നമുക്ക് മണ്ണിടിഞ്ഞ് കിടക്കുന്നതിന്റെ അപ്പുറത്തെത്താം. അല്ല, ചേട്ടൻ എങ്ങനെ അറിയാം അവിടെ അങ്ങനെ ഒരു വഴിയുണ്ടെന്ന്? അവൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് കുറച്ചു കാലം ഒരു കമ്പനിയുടെ ലോറിയിൽ ക്ലീനറായി പോയിരുന്നു. അന്ന് എൻ്റെ കൂടെയുണ്ടായിരുന്ന ഡ്രൈവറുടെ കൂടെ ഞാൻ 1-2 തവണ അതുവഴി പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ നേരത്തെ ആ വഴി പോകാതിരുന്നത്? ഈ വഴി വരേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? വിഷ്ണു ചോദിച്ചു. അത് കേട്ട് ഞാൻ പറഞ്ഞു, ഒന്നാമത് ഞാൻ എങ്ങനെ അറിയാനാണ് ഇതുവഴി ബ്ലോക്ക് ഉണ്ടാകുമെന്ന്? പിന്നെ ഷോർട്ട് കട്ട് വഴി പോയിട്ട് ഇപ്പോൾ 8 വർഷത്തിന് മുകളിലായി. ആ വഴിയാണെങ്കിൽ കാടിന്റെ നടുവിലൂടെയുമാണ്. ഞാൻ അന്ന് പോയതെല്ലാം പകൽ സമയത്തും. ഇതുവരെ രാത്രി ആ വഴി ഞാൻ പോയിട്ടില്ല. ചിലപ്പോൾ ആ വഴി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടാവും. അത് കേട്ട് വിഷ്ണു ചോദിച്ചു, ഇനി നമ്മൾ എന്താ ചെയ്യുക ചേട്ടാ? ഞാൻ പറഞ്ഞു, എന്തു ചെയ്യാൻ? നമുക്ക് പോയല്ലേ പറ്റൂ. രാവിലെ നിന്നെ അവിടെ എത്തിക്കണ്ടേ? എനിക്കറിയില്ലായിരുന്നു ഞാൻ പോകാൻ പോകുന്ന ആ വഴി എന്നെ എവിടേക്ക് കൊണ്ടെത്തിക്കുമെന്ന്. ഞങ്ങൾ ഉടനെ കാറ് തിരിച്ച് ആ വഴി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. 5 കിലോമീറ്റർ യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങൾ ആ വഴിയിൽ എത്തിച്ചേർന്നു. ഞാൻ മെല്ലെ ഷോർട്ട് കട്ടിലേക്ക് വണ്ടി തിരിച്ചു. അപ്പോൾ തന്നെ വിഷ്ണു പറഞ്ഞു, ചേട്ടാ, എനിക്ക് വല്ലാത്തൊരു പേടി. ചേട്ടനറിയാലോ രാത്രി എൻ്റെ പേടി. അത് പോരാഞ്ഞിട്ട് കാടിന് നടുവിലൂടെയുള്ള യാത്രയും. എനിക്ക് എന്തോ വല്ലാത്തൊരു പേടി. അനീഷേട്ടാ, ഒന്നുകൂടി ആലോചിച്ചിട്ട് നമുക്ക് ഈ വഴി പോകുന്നതല്ലേ നല്ലത്? അത് കേട്ടതും ഞാൻ പറഞ്ഞു, നീ എന്തിനാ വിഷ്ണു ഈ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ. ധൈര്യമായിരിക്കേ. അപ്പോഴാണ് 2 വണ്ടികൾ ഞങ്ങളെ മറികടന്നു പോയത്. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നോക്ക്, 2 വണ്ടികളാണ് ഈ വഴി പോയത്. ഇനി നീ എന്തിനാ പേടിക്കുന്നത്? ഈ വഴി ശരിയല്ലായിരുന്നുവെങ്കിൽ അവർ ഈ വഴി പോകുമോ? അത് കണ്ടപ്പോൾ അവന്റെ പേടി ചെറുതായി ഒന്ന് മാറിയിരുന്നു. ഞങ്ങളും ആ വണ്ടികളുടെ പിറകെ പോകാൻ തുടങ്ങി. വഴിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല വഴിയാണ്. കുറച്ച് പോയപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള വണ്ടി ഒരുപാട് ദൂരെയായി. വിഷ്ണുവിന് സ്പീഡ് പേടിയായതുകൊണ്ട് ഞാൻ വളരെ മെല്ലെയാണ് ഓടിച്ചിരുന്നത്. പോരാത്തതിന് ലക്ഷങ്ങൾ വിലയുള്ള കാറും. എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ വീടും സ്ഥലവും വിൽക്കേണ്ടി വരും ഇത് നന്നാക്കാൻ. അങ്ങനെ കുറച്ചു ദൂരം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ താഴ്ഭാഗത്തായി ഒരു ചെറിയ ഗ്രാമം കണ്ടു. ഞങ്ങളുടെ മുന്നിൽ പോയ 2 വണ്ടികളും ആ ഗ്രാമത്തിലേക്കുള്ള വഴിയിലൂടെ താഴേക്ക് പോകുന്നത് കണ്ടു. ഞങ്ങൾക്ക് എന്തായാലും ആ വഴിയല്ല പോകേണ്ടത്. ഞങ്ങൾക്ക് നേരെയാണ് പോകേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് മെല്ലെ വിജനമാകുന്നത് പോലെ തോന്നി. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ വഴി മെല്ലെ ആ കാടിന്റെ വഴിയിലേക്ക് പോയി. 2 സൈഡും വനപ്രദേശം. വിഷ്ണു ആണെങ്കിൽ അത് കണ്ട് പേടിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ചേട്ടാ, നമ്മൾ ഈ വഴി വന്നത് മണ്ടത്തരമായോ? എനിക്കെന്തോ ഒന്നും ശരിയായി തോന്നുന്നില്ല. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, നീ വെറുതെ ഓരോന്ന് പറയാതെ. രാത്രിയല്ലേ? മാത്രമല്ല നമ്മുടെ യാത്ര കാട്ടിൽ കൂടെയുമാണ്.
അതുകൊണ്ട് നിനക്ക് വെറുതെ തോന്നുന്നതാവും. നീ പേടിക്കാതെ. നമ്മൾ കുറച്ച് സമയം കൊണ്ട് ഹൈവേയിലെത്തും. അത് കേട്ട വിഷ്ണു പിന്നെ ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ, എനിക്ക് വല്ലാത്ത തലവേദന. ഞാൻ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കട്ടെ. ഹൈവേയിൽ എത്തിക്കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ആ, അതാ നല്ലത്. നീ ഒന്ന് വിശ്രമിക്ക്. ഞാൻ ഹൈവേയിൽ എത്തുമ്പോൾ അറിയിക്കാം. അത് കേട്ടതും വിഷ്ണു സീറ്റ് പിന്നിലേക്ക് ചിരിച്ച് ഉറങ്ങാൻ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറക്കത്തിലേക്കും പോയി. ഞാൻ അപ്പോഴും ഹൈവേ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞതും വിഷ്ണു ഉറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്റെ മനസ്സിലും സംസാരിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഒരു ഭയം തോന്നിത്തുടങ്ങി. ആരോ എന്നെ കാട്ടിൽ നിന്നും ശ്രദ്ധിക്കുന്നത് പോലെ. പിന്നെ വിചാരിച്ചു ഇതുപോലെ വിജനമായ അതും കാടിന്റെ നടുവിലൂടെ ഓടിക്കുന്നത് കൊണ്ട് വെറുതെ തോന്നിയതാകുമെന്ന്. പക്ഷേ അത് സത്യമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ചുറ്റുമുള്ള കാട്ടിൽ വല്ലാത്ത ഒരു ശാന്തത എനിക്ക് അനുഭവപ്പെട്ടു. വല്ലാത്തൊരു നിശബ്ദത. പിന്നെ ഇതെല്ലാം ഒരു തോന്നലാകുമെന്ന് കരുതി ഞാൻ ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. കാറിന്റെ സ്പീഡ് അല്പം കൂട്ടി. എത്രയും പെട്ടെന്ന് ഹൈവേയിലെത്തണം. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. മഴയുടെ ശക്തി മെല്ലെ മെല്ലെ കൂടി വരികയാണ്. വിഷ്ണു തൊട്ടടുത്ത് സുഖമായി കിടന്നുറങ്ങുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിന്റെ മിററിൽ എന്തോ ഒരു വെട്ടം ഞാൻ ശ്രദ്ധിച്ചു. നോക്കിയപ്പോൾ ദൂരെ പിറകിൽ ഒരു വണ്ടി വരുന്നു. അതേത് വണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മഴ പെയ്യുന്നത് കൊണ്ട് കാഴ്ച വ്യക്തമാകുന്നില്ല. അതിന്റെ ഹെഡ്ലൈറ്റ് മാത്രമാണ് മിററിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ആശ്വാസമായി. ഒരു വണ്ടി കൂടിയുണ്ടല്ലോ. കാര്യം ആ വണ്ടി എൻ്റെ ഒരുപാട് പിറകിലായിരുന്നുവെങ്കിലും ഒരു സമാധാനമുണ്ടായിരുന്നു. കുറച്ചു ദൂരം അങ്ങനെ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പിറകിലെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തൊട്ടടുത്ത് എത്തിയ പോലെ എനിക്ക് തോന്നി. നോക്കിയപ്പോൾ ദൂരെ പിറകിൽ നിന്നും വന്നിരുന്ന വണ്ടി എൻ്റെ തൊട്ടു പിറകിൽ എത്തിയിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അത്യാവശ്യം വലിയൊരു വണ്ടിയാണെന്ന്. ഞാൻ കാറിൻ്റെ സ്പീഡ് അല്പം കൂടി കൂട്ടി. കുറച്ച് ഗ്യാപ്പ് എടുത്ത് ഓടിക്കാമെന്ന് കരുതി. കാരണം പിറകിലെ വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഹൈവേ വരെ പുറകെ വരട്ടെ എന്ന് കരുതി. എങ്ങാനും ആ വണ്ടി എൻ്റെ വണ്ടിയെ മറികടന്നു പോയാൽ പിന്നെ അവരെ കാണാൻ കിട്ടില്ല. കാരണം ആ വണ്ടി വളരെ സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വണ്ടിയുടെ സ്പീഡ് കൂട്ടിയിട്ട് കാര്യമുണ്ടായിരുന്നില്ല. കാരണം പിറകിലെ വണ്ടി എൻ്റെ തൊട്ട് പിന്നിൽ വീണ്ടും എത്തി. എന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഞാൻ മിററിലൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി. ആ വണ്ടി ഒരു കറുത്ത ടെമ്പോ ട്രാവലർ ആണെന്ന്. അയാൾ എന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ കരുതി ഇവന് ഭ്രാന്താണോ എന്ന്. കാരണം ഇതൊരു സിംഗിൾ റോഡാണ്. വീതി വളരെ കുറവാണ്. രണ്ട് വണ്ടികൾക്ക് ഒരേ സമയം പോകാനുള്ള സ്ഥലമില്ല. പിന്നെയും അവൻ പിറകിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പുറത്തേക്ക് കൈയിട്ട് വണ്ടി ഫ്ലോ ആക്കാൻ പറഞ്ഞു. കാരണം കുറച്ച് മുന്നോട്ട് പോയി സൈഡ് കൊടുക്കാനുള്ള സ്ഥലം എത്തുമ്പോൾ സൈഡ് കൊടുക്കാമല്ലോ എന്ന് കരുതി. പുറകിലെ വണ്ടിയിൽ വന്ന ഡ്രൈവർക്ക് കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം പിന്നീട് ഉണ്ടായില്ല. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ സൈഡ് കൊടുക്കാനുള്ള ഒരു സ്ഥലം കണ്ടു. ഞാൻ മെല്ലെ കാറ് സ്ലോ ആക്കി സൈഡ് കൊടുത്തു. പക്ഷേ ഞാൻ സൈഡ് കൊടുത്തിട്ടും ആ ട്രാവലർ കയറി പോകുന്നില്ല. ഞാൻ കൈ പുറത്തേക്കിട്ട് കയറി പോകാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ടും ആ വണ്ടി കയറിപ്പോയില്ല. ഞാൻ മെല്ലെ തല പുറത്തേക്കിട്ട് പിറകിലേക്ക് നോക്കി. ഞാൻ ഞെട്ടിപ്പോയി. അവിടെ ആ ട്രാവലർ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ വല്ലാതെയായി. ഇത്രയും നേരം പുറകെ ഉണ്ടായിരുന്ന ആ വണ്ടി എവിടെ പോയി? എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ട്രാവലർ പുറകിലുണ്ടായിരുന്നത് സത്യമാണോ? അതോ എൻ്റെ തോന്നലായിരുന്നോ? ഞാൻ വീണ്ടും കാറെടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും സംശയമായിരുന്നു. പിന്നെ കരുതി ഈ രാത്രിയിൽ അതും ഈ കാട്ടിലൂടെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ വെറുതെ പേടികൊണ്ട് തോന്നിയതാകുമെന്ന്. അല്ലെങ്കിൽ തന്നെ ഈ രാത്രിയിൽ ഈ കാട്ടിലൂടെ ഏത് ട്രാവലർ പോകാനാണ്? എല്ലാം എൻ്റെ തോന്നലാകുമെന്ന് ഞാൻ സ്വയം സമാധാനിച്ചു. പിന്നെ അതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞു. കാർ ഓടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ പോകുമ്പോൾ പിന്നെയും എൻ്റെ കണ്ണാടിയിൽ ഒരു പ്രകാശം ഞാൻ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഏതോ ഒരു വണ്ടി എൻ്റെ പിറകിൽ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് കാര്യമായി എടുത്തില്ല. ഈ വണ്ടിയും ചിലപ്പോൾ ഹൈവേയിൽ റോഡ് ബ്ലോക്ക് ആയത് കാരണം ഇതുവഴി ഷോർട്ട് കട്ട് പിടിച്ച് വന്നതാവാം എന്ന് കരുതി. ഇതെല്ലാം ആലോചിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ദൂരെ കണ്ട ആ വണ്ടി എൻ്റെ തൊട്ട് പിറകിൽ എത്തിയിരിക്കുന്നു. ഓവർടേക്ക് ചെയ്യാനും ശ്രമിക്കുന്നു. അത് കണ്ട് ഞാൻ കൈ പുറത്തേക്കിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ ആംഗ്യം കാണിച്ചു. ഞാൻ ശ്രദ്ധിച്ചു നോക്കി ഏത് വണ്ടിയാണെന്നറിയാൻ. ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം പുറകിൽ നേരത്തെ കണ്ട അതേ കറുത്ത ട്രാവലർ തന്നെയായിരുന്നു അത്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടത് എൻ്റെ വെറും തോന്നലല്ല. തോന്നലല്ലെങ്കിൽ പിന്നെ ആ ട്രാവലർ നേരത്തെ സൈഡ് കൊടുക്കാൻ നേരം എവിടെ പോയി?
വീണ്ടും വീണ്ടും അവൻ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി സൈഡ് കൊടുത്ത് കാർ ഫ്ലോ ആക്കി. പിറകിലെ വാഹനത്തിന് സൈഡ് കൊടുത്തു. പക്ഷേ പിന്നെയും ആ ട്രാവലർ ഓവർടേക്ക് ചെയ്യാതെ ഇരുന്നപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. പക്ഷേ മുൻപത്തെ പോലെ തന്നെ ഇപ്പോഴും ആ ട്രാവലർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ആ വണ്ടി കാണാതെ വന്നപ്പോൾ എന്റെ നെഞ്ചിടിപ്പ് കൂടി. ഭൂതത്തിലും പ്രേതത്തിലും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. ഞാൻ കരുതിയത് ആ ഡ്രൈവർ എന്നെ കളിപ്പിക്കുന്നതാണെന്നാണ്. ഇനിയും ആ ഡ്രൈവർ ഇതുപോലെ ചെയ്താൽ ഞാൻ അവനെ വെറുതെ വിടില്ല. ഇതെല്ലാം ചിന്തിച്ച് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. യാത്ര തുടർന്ന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാറിന്റെ മിററിൽ വീണ്ടും പ്രകാശം വരാൻ തുടങ്ങി. അതും ഒരു വണ്ടിയുടെ വെട്ടമാണെന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഉറപ്പായും അത് ആ ട്രാവലർ തന്നെയാകും. അതുകൊണ്ട് ഞാൻ ഉറപ്പായും തീരുമാനിച്ചു. ഇനി അവൻ എന്തു തന്നെ കാണിച്ചാലും ഞാൻ അവന് സൈഡ് കൊടുക്കില്ല. കാറ് നിർത്താനും പോകുന്നില്ല. പിന്നെയും ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഇപ്രാവശ്യം ഞാൻ ആ ട്രാവലറിന്റെ ഭാഗത്തേക്ക് ഒരു ശ്രദ്ധയും കൊടുത്തില്ല. ആ ഡ്രൈവർ ഒരുപാട് ശ്രമിച്ചു എന്നെ ഓവർടേക്ക് ചെയ്യാൻ. പക്ഷേ ഞാൻ അവനെ ഒട്ടും സൈഡ് കൊടുക്കാൻ നിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ട്രാവലർ പിന്നെയും കാണാതെയായി. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇനി അവൻ വരട്ടെ. എന്തായാലും സൈഡ് കൊടുക്കില്ല. അങ്ങനെ ഞാൻ ഉറപ്പായും തീരുമാനിച്ചിരുന്നു. പിന്നെ ഇതൊന്നും കാര്യമാക്കാതെ ഞാൻ മുന്നോട്ട് കാർ ഓടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ആ വഴി അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി എനിക്കെങ്ങാനും വഴി തെറ്റിയോ? ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിയുടെ പിറകിൽ അതിശക്തമായി എന്തോ വന്ന് ഇടിച്ചത്. ആ ഇടിയിൽ കാർ ഒന്ന് ഇളകിയാടി. പക്ഷേ കാറിന്റെ നിയന്ത്രണം കൈവിടാതെ കൺട്രോൾ ചെയ്ത് ഞാൻ റോഡിന്റെ നടുവിൽ ബ്രേക്ക് ചവിട്ടി നിർത്തി. അത്രയും ശക്തിയിൽ ഇടിച്ചതുകൊണ്ട് വിഷ്ണു ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ ഉടനെ എന്നോട് ചോദിച്ചു, "ആരാണ് ചേട്ടാ പുറകിൽ ഇത്ര ശക്തിയായി കൊണ്ടിടിച്ചത്?" "ആരാണെന്ന് എനിക്കറിയില്ല. പോയി നോക്കാം." ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി കാറിന്റെ ബാക്ക് സൈഡിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. അവിടെ വേറൊരു വണ്ടിയും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ബാക്ക് സൈഡിൽ ഒരു കുഴപ്പവുമില്ല. ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. വിഷ്ണു എന്നോട് ചോദിച്ചു, "ചേട്ടാ, ഇത്രയും വലിയ രീതിയിൽ പുറകിൽ എന്തോ ഇടിച്ചു. കാറിനാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്താ സംഭവിച്ചത്?" ഞാൻ പറഞ്ഞു, "എനിക്കും അറിയില്ല വിഷ്ണു. ഒരു കാര്യം ചെയ്യ്. നീ വേഗം കാറിലേക്ക് കയറ്. എനിക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു." എന്റെ വാക്ക് കേട്ട് വിഷ്ണു വേഗം കാറിൽ കയറി. കൂടെ ഞാനും. ശേഷം ഞങ്ങൾ നല്ല സ്പീഡിൽ തന്നെ അവിടെ നിന്ന് കാർ ഓടിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് വിഷ്ണു ചോദിച്ചു, "ചേട്ടാ എന്താ പറ്റിയത്? ചേട്ടൻ വല്ലാതെ ഇരിക്കുന്നല്ലോ. ചേട്ടൻ എന്താ നേരത്തെ എന്തോ പ്രശ്നമുള്ള പോലെ എന്ന് പറഞ്ഞത്?" "എടാ, നേരത്തെ ഒരു ട്രാവലർ പുറകിലുണ്ടായിരുന്നു. പലതവണ സൈഡ് കൊടുത്തിട്ടും കയറിപ്പോയില്ല. പലതവണ ഓവർടേക്ക് ചെയ്യാൻ വരുമ്പോഴും ഞാൻ സൈഡ് കൊടുക്കും. പക്ഷെ കടന്നു പോകില്ല. പിന്നെ ആ വണ്ടി കാണാതെ പോകും. ഇത് തുടർന്നപ്പോൾ ഞാൻ പിന്നെ സൈഡ് കൊടുക്കാൻ നിന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല." വിഷ്ണു ശരിക്കും പേടിച്ചു. "ചേട്ടാ, എന്താ എന്നെ വിളിക്കാതിരുന്നത്?" ഞാൻ പറഞ്ഞു, "എന്തിനാ വിളിക്കുന്നത്? നിന്നെ കൂടി പേടിപ്പിക്കാനോ?" "അല്ല ചേട്ടാ, നമ്മളിനി എന്ത് ചെയ്യും? എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്." "വിഷ്ണു, ഇത് നമ്മൾ പേടിക്കാനുള്ള സമയമല്ല. ഇനി എന്ത് സംഭവിച്ചാലും കാർ നിർത്തില്ല. എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഷോർട്ട് കട്ട് വഴിയിൽ നിന്നും രക്ഷപ്പെടണം." ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് വണ്ടി ഓടിച്ചു വരുമ്പോൾ റോഡിന്റെ നടുവിൽ ഒരു 10-15 ആളുകൾ നിൽക്കുന്നത് കണ്ടു. വിഷ്ണു പറഞ്ഞു, "ചേട്ടാ, ഇനി നമ്മൾ പേടിക്കണ്ട. നോക്ക്, അവിടെ കുറെ ആളുകൾ നിൽക്കുന്നു. നമുക്ക് അവരുടെ സഹായം ചോദിക്കാം." ഞാൻ പറഞ്ഞു, "നിനക്ക് ഭ്രാന്താണോ? ഇത്രയും ആളുകൾ രാത്രി എന്ത് ചെയ്യുകയാണ്? അവിടെ എന്താണെന്ന് പോലും അറിയില്ല." അപ്പോഴാണ് അവന്റെ സഹായം. വിഷ്ണു അത് കേട്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല. കാറ് മെല്ലെ അവിടെ നിന്ന് ആളുകളുടെ അടുത്തേക്ക് എത്താറായിരുന്നു. ആ കാഴ്ച കണ്ട് ഞങ്ങളുടെ ഹൃദയം നിലച്ചു പോകുമോ എന്ന് പോലും തോന്നിപ്പോയി. കാരണം ആ കാഴ്ച അത്രയ്ക്കും ഭീകരമായിരുന്നു. കാരണം അവിടെ നിന്ന് ചില ആളുകൾക്ക് കണ്ണുകളില്ല, ചില ആളുകൾക്ക് തലയില്ല, ചിലർക്ക് കൈകളില്ല, ചിലർക്ക് കാലില്ല. എല്ലാവരും രക്തത്തിൽ കുടിച്ചു നിൽക്കുന്നു. ശവശരീരങ്ങൾ നിൽക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങളുടെ പകുതി ജീവൻ പോയ പോലെയായിരുന്നു. ഞങ്ങളുടെ ശരീരം പേടികൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആത്മാക്കളെ പോലെ നിന്നിരുന്ന ശരീരങ്ങൾ ഞങ്ങളെ നോക്കി നിൽക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെ. എന്റെ ശരീരം മുഴുവൻ പേടികൊണ്ട് വിയർത്തു. വിഷ്ണുവിനാണെങ്കിൽ ആ കാഴ്ച കണ്ട് അവന്റെ ബോധം പോയിരുന്നു. ഞാൻ അവനെ വിളിച്ചു നോക്കി. പക്ഷെ അവൻ എഴുന്നേറ്റില്ല. ഞാൻ പിന്നെ സ്വയം ധൈര്യം സംഭരിച്ചു. കാറിന്റെ സ്പീഡ് കൂട്ടി. എനിക്കറിയാമായിരുന്നു അത് മനുഷ്യരല്ല എന്ന്. ഞാൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ആളുകളുടെ മുകളിലൂടെ വണ്ടിയെടുത്തു. അവരുടെ മുകളിൽ കൂടി വണ്ടിയെടുത്ത് കൊണ്ടുപോയപ്പോൾ പുറകിൽ നിന്ന് വലിയ ശബ്ദകോലാഹലങ്ങൾ കേട്ടു. പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ. ഞാൻ അവരെ മറികടന്ന് കുറച്ചു ദൂരം മുന്നോട്ട് വന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പോഴും അത് അവിടെ ഉണ്ടോ എന്നറിയാൻ. പക്ഷേ എനിക്ക് പുറകിൽ ഒന്നും കാണാൻ സാധിച്ചില്ല. കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെയും ഞാൻ വിഷ്ണുവിനെ വിളിച്ചു. പക്ഷെ അവൻ എഴുന്നേറ്റില്ല. കാർ നിർത്താനും പറ്റില്ല.
കാരണം എങ്ങാനും നിർത്തിയാൽ പിന്നെ ജീവനോടെ ഞങ്ങൾക്ക് അവിടെ നിന്നും പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ കാറിന്റെ സ്പീഡ് ഒന്നുകൂടി കൂട്ടി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോയതും പിന്നെയും കാറിന്റെ മിററിൽ പ്രകാശം കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതാ ട്രാവലർ ആയിരിക്കുമെന്ന്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ വണ്ടി എന്റെ കാറിന്റെ തൊട്ട് പിന്നിലെത്തി. അത് തൊട്ട് പിന്നിലെത്തിയതും ഇത്തവണ ഞാൻ ശരിക്കും പേടിച്ചു. കാരണം ഇപ്രാവശ്യം ആ ട്രാവലറിൽ നിന്നും പേടിപ്പെടുത്തുന്ന വല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു വലിയ ഇടി എന്റെ കാറിന്റെ പിന്നിലിടിച്ചു. പക്ഷേ ഞാൻ കാർ നിർത്തിയില്ല. കുറച്ചു കഴിഞ്ഞതും എല്ലാം പിന്നെയും ശാന്തമായി. ആ വണ്ടി പിന്നെ എവിടെയോ പോയി. കുറച്ചു കഴിഞ്ഞതും കാടിന്റെ ഭാഗം കഴിഞ്ഞിരുന്നു. പക്ഷേ എന്റെ പേടി അപ്പോഴും മാറിയിരുന്നില്ല. ആ ട്രാവലർ ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ള തോന്നൽ ആയിരുന്നു മനസ്സിൽ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ റോഡിന് താഴെ ഞാൻ ചെറിയൊരു ഗ്രാമം കണ്ടു. ആ ഭാഗത്ത് ഒരു വലിയ നെൽപ്പാടവും ഉണ്ടായിരുന്നു. ആ നെൽപ്പാടം കണ്ടതും ഞാൻ കാറ് മെല്ലെ റോഡിൽ നിന്നും ഇറക്കി. റോഡ് സൈഡിലായി നിർത്തി. ശേഷം വിഷ്ണുവിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. കാറിലുണ്ടായിരുന്ന കുറച്ച് വെള്ളമെടുത്ത് ഞാൻ അവന്റെ മുഖത്ത് കുടഞ്ഞു. ഒരുപാട് നേരം കഷ്ടപ്പെട്ട് അവനെ ഞാൻ ഉണർത്തിയെടുത്തു. എഴുന്നേറ്റ ഉടനെ അവൻ എന്നോട് ചോദിച്ചു, ചേട്ടാ എന്താ സംഭവിച്ചത്? അതൊക്കെ എവിടെ പോയി? ഞാൻ പറഞ്ഞു, അതൊക്കെ പിന്നെ പറയാം. ഒന്നും തീർന്നിട്ടില്ല. നീ എന്റെ പിറകിൽ തന്നെ ഓടിക്കോ. അത് കേട്ടതും വിഷ്ണു എന്റെ കൂടെ കാറിൽ നിന്നും ഇറങ്ങി. ഞങ്ങൾക്ക് കഴിയുന്നതും വേഗത്തിൽ ആ നെൽപ്പാടത്തിലൂടെ ആ ഗ്രാമത്തിലേക്ക് ഓടാൻ തുടങ്ങി. 2 നെൽപ്പാടങ്ങൾ കഴിഞ്ഞതും ഞങ്ങൾ ആ ഗ്രാമത്തിലെത്തി. ഞങ്ങൾ ഓടുമ്പോൾ പിറകിൽ നിന്നും പല പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും കേട്ടിരുന്നു. ഞങ്ങൾ ഗ്രാമത്തിലെത്തിയെങ്കിലും അവിടെയെല്ലാം വല്ലാത്തൊരു നിശബ്ദത. രാത്രി ഒരുപാട് വൈകിയിരുന്നതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും ഉറങ്ങിയിരിക്കും. പക്ഷേ ഞങ്ങൾ നന്നായി പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാത്രി മുഴുവനും നിൽക്കാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഞാൻ വേഗം തന്നെ ഒരു വീടിന്റെ വാതിലിൽ മുട്ടി. ഒരുപാട് മുട്ടിയപ്പോൾ അവർ വാതിൽ തുറന്നു. ഒരു സ്ത്രീയായിരുന്നു അത്. ഞങ്ങളെ കണ്ട് അവർ പേടിച്ചു. പിന്നെ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവരോട് ഞങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും വേറൊരാൾ കൂടി പുറത്തേക്ക് വന്നു. അയാൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ അയാളോട് പറഞ്ഞു, എൻ്റെ പേര് അനീഷ്. ടാക്സി ഡ്രൈവറാണ്. ഇത് എൻ്റെ സുഹൃത്ത് വിഷ്ണു. വഴിയിൽ പല കാര്യങ്ങളും സംഭവിച്ചു. ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അത് കേട്ട് അയാൾ പറഞ്ഞു, ആദ്യം നിങ്ങൾ അകത്തേക്ക് വാ. അകത്തിരുന്ന് സംസാരിക്കാം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾ പറഞ്ഞതിൽ അയാൾക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്ന്. അകത്ത് കയറിയ ഉടനെ അയാൾ ഇരിക്കാൻ പറഞ്ഞു. ഭാര്യയോട് ഞങ്ങൾക്ക് വെള്ളം എടുക്കാനും പറഞ്ഞു. ഭാര്യ ഉടനെ വെള്ളം കൊണ്ടുതന്നു. അത് മുഴുവൻ ഞങ്ങൾ കുടിച്ചു. ശേഷം അയാൾ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. അത് കേട്ട് അയാൾ പറഞ്ഞു, നിങ്ങളുടെ സമയം വളരെ നല്ലതായിരുന്നു. അതാ രക്ഷപ്പെട്ടത്. രാത്രിയിൽ ആ വഴി ആരും സഞ്ചരിക്കാറില്ല. വർഷങ്ങൾക്ക് മുന്നേ ആ റോഡിൽ ഒരു ട്രാവലർ ആക്സിഡന്റ് ആയിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. ശരീരം പല ഭാഗങ്ങളായി മുറിഞ്ഞു പോയിരുന്നു എല്ലാവരുടെയും. അന്ന് ആക്സിഡന്റിന് ശേഷം പല അപകടങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. രാത്രിയിൽ ആ വഴി സഞ്ചരിച്ചവർ പല രീതിയിലാണ് കൊല്ലപ്പെട്ടത്. കാരണം അവിടെ അന്ന് ആക്സിഡന്റിൽ മരിച്ചവരുടെ ആത്മാക്കളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അയാളുടെ വാക്കുകൾ കേട്ട് ഞാനും വിഷ്ണുവും നടുങ്ങിപ്പോയി. നല്ല പേടിയും തോന്നി. അന്നത്തെ രാത്രി അവിടെ ചെലവഴിച്ച് പിറ്റേന്ന് തന്നെ ഞങ്ങൾ കാറെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് വഴി ഓടിക്കില്ലെന്ന്. വിഷ്ണുവിനെ ഞാൻ ഉച്ചയോട് കൂടി ഹോസ്റ്റലിൽ ഇറക്കി. അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ഹൈവേ വഴി നാട്ടിലേക്ക് തിരിച്ചു. എങ്കിലും ഞാൻ എൻ്റെ ജോലി നിർത്തിയില്ല. ഇന്നും ടാക്സി ഡ്രൈവറായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഇന്നും ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ആന്തലാണ് ശരീരത്തിന്. കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.